അടുത്തായിട്ട് വരുന്ന 1 ഇഞ്ച് പ്രിൻ്റ് ഹൈറ്റ് വരുന്ന മെഷീനാണ്. ഇതും മെറ്റൽ കേസ് വരുന്ന മെഷീൻസാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബാറ്ററികൾ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് കാട്രിഡ്ജ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതാണ് 1 ഇഞ്ച് കാട്രിഡ്ജ് വരുന്നത്. ഇതാണ് ഹെഡ് വരുന്നത്. ഹെഡിന് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം മെഷീൻ ഓൺ ആക്കുക. നമുക്ക് ഫയൽ സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഏതാണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ഇത്രയും ലൈൻസ് നമുക്കിതിനകത്ത് ചെയ്യാം. 50 mm ആണ് ഇതിൻ്റെ പ്രിൻ്റ് ഹൈറ്റ് വരുന്നത്. ഇപ്പോൾ പ്രിൻ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഈ സർഫസിൽ. കണ്ടില്ലേ, ഇത്രയും വലിപ്പത്തിൽ നമുക്ക് ഈ മാറ്റേഴ്സിനെ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. മൊത്തം നമുക്കൊരു 10 ലൈനോളം ചെയ്യാം. അപ്പോൾ നമ്മുടെ 1/2 ഇഞ്ച് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിപ്പമാണ് നമുക്ക് വരുന്നത്. 1 ഇഞ്ച് വരുമ്പോൾ ഈ വലിപ്പം വരും. 1/2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഈ വലിപ്പമാണ്. ഇപ്പോൾ 2 കവറുകളിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് 2 എണ്ണം ചെയ്തിരിക്കുന്നതാണ്. ഇത് 1/2 ഇഞ്ച് പ്രിൻ്ററിൽ ചെയ്തേക്കുന്നതും ഇത് 1 ഇഞ്ച് പ്രിൻ്ററിൽ ചെയ്തേക്കുന്നതുമാണ്. ഇതുപോലെ നമുക്ക് മെറ്റൽ സർഫസിനകത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പ്ലേസ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ പ്ലാസ്റ്റിക് സർഫസിലും നമുക്കിതുപോലെ പ്ലേസ് ചെയ്ത് നമുക്കിതുപോലെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇത്രയും മാക്സിമം സൈസിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം. നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇത്രയും വലിപ്പത്തിലും നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇതാണ് നമ്മളുടെ ടി-ടെക്കിൻ്റെ 1 ഇഞ്ച് പ്രിൻ്റ് ഹൈറ്റ് വരുന്ന ഹാൻഡ് ഹെൽഡ് ഇഞ്ചെക്ട് പ്രിൻ്റർ. ഇതിൻ്റെ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അതിനുശേഷം നമുക്കതിൻ്റെ കാട്രിഡ്ജ് റിലീസ് ചെയ്ത് അതിൻ്റെ ക്യാപ്പിൽ പ്രോപ്പറായിട്ട് ക്യാപ്പ് പ്ലേസ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ കാട്രിഡ്ജിൻ്റെ ലൈഫ് കുറയുന്നതാണ്.